ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ക്രഷിൻ്റെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ക്രഷ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഫിസിക്കലി അവർ നിങ്ങളെ വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ അഥവാ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ക്രഷിൻ്റെ ഇമോഷൻ ഏതാണ്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേറൊരാളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേഷനും നിങ്ങളുടെ പോസിറ്റിവിറ്റിയും ഉള്ളത്, ഓക്കെ, എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹതാപം എന്ന പേരിൽ അല്ലെങ്കിൽ ഒരു ആശ്വാസം പകരാൻ എന്ന പേരിൽ ഒരിക്കലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ആവശ്യം ഇല്ല. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്റ്റേബിൾ ആണ്. അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തതാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ദിശയിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എയിമുണ്ട്. അനാവശ്യ കാര്യങ്ങളിൽ ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ചുറ്റും സ്നേഹിക്കാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡ് ആണ്, ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനെയുള്ള എനർജീസ് ഉണ്ട്. കാരണം മേ ബി ഫിസിക്കലി നിങ്ങളെ കാണാൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടായിരിക്കാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഡിസയർ ഉണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പലപ്പോഴും നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ നോക്കി ചിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയോട് നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിറകെ വന്നാൽ അവരത് നിങ്ങളെ ചേസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാകില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജെൻഡർ റോള് അവിടെ കാണിക്കും, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു ഇംബാലൻസ് വേണ്ട എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെറും ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ട് എനർജി ആയിട്ട് മാത്രം നിലകൊള്ളും, എനിക്ക് കൈൻഡ് ഓഫ് ഒരു ഡിസയറിലേക്ക് എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു വെൽ മെയിൻറ്റൈൻഡ് കണക്ഷനിലേക്ക് എത്താൻ സാധിക്കുകയില്ല. എന്നാലൊരു എക്സ്ട്രാ മാരിറ്റൽ കൈൻഡ് ഓഫ് എനർജി എങ്കിലും ലഭിക്കുമോ എന്നുള്ള അപ്രോച്ചിലാണ് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ക്രഷ് നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നത് എന്നതാണ് കിട്ടിയിട്ടുള്ളത്. ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന്. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ ബൈ, ലവ് യു ഓൾ.